അലകൾ പാടയിൽ ആടിച്ചെന്നാൽ അല്ലലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായി എന്നരികിലുണ്ട്. വിശ്വാസജീവിത പാടകതിൽ സിയോൻ മല പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. നാനാ പരീക്ഷകൾ വേദനകൾ നന്നായെനിക്കുണ്ടായിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങ് പോകുന്നു ഞാൻ. വിണ്ണിലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും. കണ്ണുനീരൊക്കെയുമെന്നു തീരും. എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. വിശ്വാസജീവിത പാടകതിൽ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. വിശ്വാസ നായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലേ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല ഒരു പകലുകൂടെ കർത്താവ് നമുക്ക് നൽകി ഓരോ ദിവസവും നടത്തുന്നു. അവൻ്റെ മഹാദയക്കായി വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവപൈതലിന് പരീക്ഷകളുണ്ട്. പരീക്ഷകൾ സഹിക്കണം. പരീക്ഷകൾ കൂടാതെ ഒരു വിജയം നമുക്ക് ലഭിക്കില്ല. ഓരോ ക്ലാസ് കഴിയുന്തോറും പരീക്ഷകളുണ്ട്. അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രവേശനമായിട്ടാണത്. കുട്ടികൾക്ക് പരീക്ഷകൾ ഇഷ്ടമല്ല. അതുകൊണ്ട് പ്രമോഷൻ ലഭിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. പഠിച്ച പാഠങ്ങൾക്ക് പരീക്ഷയുണ്ടാകും. ദൈവം നമ്മെ പരീക്ഷിക്കും. ദൈവം ദോഷത്തിനായി പരീക്ഷിക്കുന്നവനല്ല. ദോഷത്തിനായി സാത്താൻ നമ്മെ പരീക്ഷിക്കും. അത് നമ്മെ നന്നാക്കാനല്ല, പരീക്ഷയിൽ പരാജയപ്പെടാൻ. അതിനാണ് ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ കർത്താവ് നമ്മെ പരീക്ഷിക്കുന്നത് ഒരപ്പൻ തൻ്റെ മക്കളെ പരീക്ഷിക്കുന്നത് പോലെ. ആ പരീക്ഷ നമ്മൾ സഹിക്കണം. അതവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. 12:11 നാം അങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നാം സന്തോഷിക്കും. ദൈവം തൻ്റെ മക്കളെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം അറിയാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ കീടങ്ങളെ നീക്കം ചെയ്യാൻ ഒക്കെ ദൈവം നമ്മെ പരീക്ഷിക്കും. ആത്മീക നീളം മാറുവാൻ പൗലോസിനെ ദൈവം പരീക്ഷിച്ചു. പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടു. അവനൊരു ശൂലം നൽകി. ദൈവത്തിന് സ്തോത്രം. ആ ശൂലം അവന് ഗുണമായിരുന്നു. ആ കഷ്ടതയിൽ കൂടെ കൂടുതൽ പ്രശംസിക്കുവാൻ അവനിടയായിത്തീർന്നു. ദൈവത്തിന് ദൈവമേ എങ്ങനെ പരീക്ഷിക്കും?
ദൈവം ഏത് വിധത്തിലാണ് പരീക്ഷിക്കുന്നതെന്ന് നമുക്ക് പറയുവാൻ മുന്നമേ പറ്റില്ല. വിവിധ രീതിയിൽ പരീക്ഷിക്കും. ഇസ്രായേൽ മക്കളെ ദൈവം പരീക്ഷിച്ചത് ഇടിമുഴക്കത്തിൽ കൂടെയായിരുന്നു. ചിലപ്പോൾ ദൈവം നമ്മെ ചുറ്റുപാടെല്ലാം കുലുങ്ങുന്ന രീതിയിൽ, പരിസ്ഥിതിക്ക് വ്യത്യാസം വരുന്ന രീതിയിൽ, അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുന്ന വിധത്തിലൊക്കെ പരീക്ഷിച്ചെന്നിരിക്കാം. എന്താണ് എബ്രായർ പുറപ്പാട് പുസ്തകം 20:18 നാം വായിക്കുന്നത്? പലതും സംഭവിക്കും. ഇടിമുഴക്കത്തിൽ ഭയപ്പെടുത്തും. ഭയപ്പെടരുത്, ദൈവം പരീക്ഷിക്കുകയാണ്. നീ പാപം ചെയ്യാതെ ഇരിക്കുവാൻ ദൈവം പരീക്ഷിക്കും. അങ്ങനെ ചിലപ്പോൾ ദൈവം പരീക്ഷിച്ചിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷം 6:5 ചോദ്യങ്ങളിലൂടെ, അഥവാ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ച്, ഇങ്ങനെ നീ എന്ത് ചെയ്യും, അങ്ങനെ ആയാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളിലൂടെ നമ്മെ പരീക്ഷിക്കും. 5000 ജനത്തിന് അങ്ങനെ തിന്മാൻ കൊടുക്കും. ഫിലിപ്പോസ് പരീക്ഷയിൽ പരാജയപ്പെട്ടു. അവൻ ചില കണക്കുകൂട്ടലുകൾ അവിടെ പറഞ്ഞു. മാനുഷികമായ കണക്കുകൂട്ടലുകൾ കർത്താവിൻ്റെ പരീക്ഷയിൽ വിജയിക്കുവാൻ കഴിയാത്തതാണ്. ഫിലിപ്പോസ് പറയണമായിരുന്നു, കർത്താവേ, നിനക്ക് സകലതും കഴിയുമല്ലോ, ഞങ്ങൾ വിശ്വസിക്കും നിനക്ക് കഴിയും എന്ന്. അങ്ങനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞേനേയും. എന്നാൽ അവൻ പരാജയപ്പെട്ടു. പരീക്ഷ കൊണ്ടുള്ള ഗുണമെന്താണ്? പരീക്ഷ മുഖാന്തരം ശുദ്ധീകരണം ഉണ്ടാകും. സെക്കരിയ 13:9 നാം വായിക്കുന്നു, ശുദ്ധീകരിച്ച് വെള്ളി പോലെ പൊന്നുപോലെ നിർമ്മലീകരിക്കും. മലാക്കി 3:3 തീയിൽ പൊന്നുരുകും പോലെ ശുദ്ധീകരിക്കും. 1 പത്രോസ് 1:6 പൊന്നിനേക്കാൾ വിലയേറിയ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയിൽ വേറെ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത്? 1, സ്ഥിരത ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യം. പരിശോധന മുഖാന്തരം, പരീക്ഷ മുഖാന്തരം സ്ഥിരത ലഭിക്കും. കർത്താവിനോടും അവനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ഉറയ്ക്കുവാൻ കഷ്ടത മൂലം ഇടയായിത്തീരും. 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം, ക്രിസ്തുവിനോടുള്ള ജനങ്ങളുടെ കൂട്ടായ്മ അത്രയധികം ഉറയ്ക്കുവാൻ കാരണം അവർ കടുത്ത പരിശോധനയിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പരീക്ഷ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? 1, പിന്നെ 3, ഫലം പുറപ്പെടുവിക്കും. യോഹന്നാൻ 5:2 ഫലം പുറപ്പെടുവിക്കും. വെയിലേൽക്കാത്ത ചില കൊമ്പ് മുന്തിരിവള്ളിക്ക് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നീണ്ടുവരും. ചില ചോലകളുടെ കീഴിൽ, ചില നിഴലുകളുടെ കീഴിൽ ഈ മുന്തിരിക്കൊമ്പ് നീണ്ടു പോകും. അപ്പോൾ എന്തു ചെയ്യും പിതാവ്? അതിൻ്റെ കൊമ്പുകൾ, ചിനപ്പുകൾ കോതിക്കളയും. സ്തോത്രം. യജമാനൻ അങ്ങനെ ചെയ്യും. അതിൻ്റെ ശിഖരങ്ങൾ കോതിക്കളയും. എന്തിനാണ് കോരുന്നത്? കോതിയ ശിഖരങ്ങൾ മെല്ലെ കൊമ്പുകൾ, പുതിയ വള്ളികൾ കിളിച്ചു വരും, പുതിയ നാമ്പുകൾ കിളിർത്ത് വരും കോതിയ ഭാഗത്തു നിന്നും. അതിലെല്ലാം ഫലങ്ങളുണ്ടാവും. അപ്പോൾ എന്തിനാണ് കോതുന്നത്, ചെത്തുന്നത്, മുന്തിരിക്കൊമ്പുകൾ ചെത്തിക്കളയുന്നത്? ഫലങ്ങളുണ്ടാകുവാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ. ചിലപ്പോൾ വേദനയുടെ അനുഭവങ്ങൾ ദൈവപൈതലേ നിന്റെ ജീവിതത്തിൽ വരും. അത് ചെത്തുകയാണ്, മനസ്സോടെ അല്ല. വേദനിക്കുന്നെന്നറിയാം. പക്ഷേ യജമാനന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയും. ഏതൊരു സ്തോത്രം. ഈ ചെത്തൽ പ്രയോഗം പലപ്പോഴും ദൈവമക്കൾക്ക് വേദനയാണ്. എന്നാൽ താണിരുന്നാൽ അത് ഫലം കാണുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിരാശപ്പെടരുത്, വേദനപ്പെടരുത്.
യജമാനൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, ദൈവത്തിന് സ്തോത്രം, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്ക് വഴിയുമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. എന്താണ്? പരീക്ഷ ഉണ്ടാകുമെങ്കിലും ആ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ഉണ്ടാകും. അതിന് പരിഹാരവും ഉണ്ടാകും. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പരീക്ഷയോടുകൂടെ പോക്ക് വഴി ഉണ്ടാകും. കാരണം ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. പൗലോസ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു. അനേക പ്രതികൂലങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. പൗലോസിനെ പോലെ ദൈവവചനം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വെളിപ്പാട് അപ്പടി പ്രാപിച്ച ദൈവപുരുഷൻ മറ്റാരും തന്നെയില്ല. പുതിയ നിയമസഭയ്ക്ക് 13-14 ലേഖനങ്ങൾ നൽകുവാൻ ദൈവം അവനെ കരങ്ങളിലെടുത്തു. സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്നാണ് പൗലോസിനെ അറിയപ്പെടുന്നത്. പൗലോസ് ഒരു നിത്യരോഗിയായിരുന്നു. വളരെ ശാരീരികമായ ക്ഷീണം അനുഭവിച്ചിരിക്കുന്നു. എന്നിട്ടും പൗലോസ് പറയുന്നത് എന്താണ്? മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷകളൊന്നും നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിനക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പൗലോസേ, നിനക്ക് കഴിയുമോ ഇത്ര കഠിനമായ ശോധന? നീ ശരീരത്തിൽ വളരെ ബലഹീനനായിരിക്കുന്നല്ലോ. അതെ, ഞാൻ ബലഹീനനാണ്. എനിക്ക് കഴിയാത്തതൊന്നുമല്ലത്. പൗലോസ് നിത്യരോഗിയായ മനുഷ്യനായിരുന്നു. പക്ഷേ തൻ്റെ ഉത്തരീയം, തൻ്റെ ഉറുമാൽ ആർക്കെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെ പോലും ദൈവം രോഗസൗഖ്യം അയക്കുമായിരുന്നു. തൻ്റെ കരം വയ്ക്കുമ്പോൾ തന്നെയല്ല, തൻ്റെ ഉത്തരീയവും ഉറുമാലും കൊണ്ടിട്ടുന്നിടത്ത് പോലും ദൈവം രോഗശാന്തി അയക്കുമായിരുന്നു. അത്രയധികം ദൈവ പരിശുദ്ധ ശക്തിയാൽ, പരിശുദ്ധ ആത്മാവിനാൽ അഭിഷക്തനായ മനുഷ്യൻ. പക്ഷേ താൻ ശരീരത്തിൽ വളരെ ക്ഷീണിതനാണ്. പൗലോസ് പറയുന്നത് എന്താണ്? ഇത്രയധികം ക്ഷീണം തനിക്കുണ്ടെങ്കിലും മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ നീക്കും. എത്ര അത്ഭുതകരമായ, എത്ര പ്രചോദനം നൽകുന്ന വചനമാണത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ സുഖമനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പൗലോസ്. ദൈവത്തിന് സ്തോത്രം. തന്നെ സാത്താൻ്റെ ദൂതൻ കുത്തുമായിരുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് ദൈവം അവനൊരു ശൂലം നൽകി. പൗലോസ് പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, കർത്താവേ, ഞാൻ നിൻ്റെ ശക്തിയേറിയ ശുശ്രൂഷകനല്ലേ? എന്നെ അലട്ടുന്ന ഈ തീരാ രോഗം പോലെ നിൽക്കുന്ന ഈ അസ്വസ്ഥത ഒന്നും മാറ്റിത്തന്നുകൂടെ?
അല്പം കൂടെ സ്വാതന്ത്ര്യമായി നിന്റെ വേല എനിക്ക് ചെയ്യാമല്ലോ. ഞാൻ പല കൂട്ടായ്മയിലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ക്ഷീണിതനായി പോകുന്നു. ഈ രോഗസൗഖ്യം എനിക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആത്മാക്കളെ നിനക്ക് വേണ്ടി നേടാൻ കഴിയും എന്നെല്ലാം പൗലോസ് പ്രാർത്ഥിച്ചു കാണും. ആ പ്രാർത്ഥനയുടെ മറുപടി എന്താണെന്നല്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതെ ഇരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. കാരണം ക്രിസ്തുവിൻ്റെ ശക്തി അത്രത്തോളം എനിക്കുണ്ടല്ലോ. എത്രമാത്രം ശരീരത്തിൽ ബലഹീനത ഉണ്ടാകുന്നുണ്ടോ അത്രമാത്രം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഇപ്പോൾ ബലഹീനനാണ്. അവൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി. നിൻ്റെ ഈ പ്രതിസന്ധിയിൽ, ബലഹീനതയിൽ നിന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ കൃപയാണ്. എൻ്റെ ശക്തി ബലഹീനതയിൽ തികവുള്ളതായി തീർക്കുന്നു. നിനക്ക് എത്രമാത്രം ബലഹീനതയുണ്ടോ അത്രമാത്രം നിന്നെ തികവുള്ളവനാക്കി നിർത്തുവാൻ തക്കവണ്ണം നിൻ്റെ മേൽ എൻ്റെ ശക്തി ഞാൻ പകരും. അതുകൊണ്ട് ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കുന്നെന്നാണ് പൗലോസ് പറയുന്നത്. ബലഹീനത തനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ അവന് കാവലുണ്ടായിരുന്നു. വളരെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ഒരു രാത്രി മൊത്തം കടലിൽ, മെഡിറ്ററേനിയൻ കടലിൽ കപ്പൽ ഛേദത്തിൽപ്പെട്ട് ഒറ്റയ്ക്ക് ഒരു തടിക്കഷ്ണത്തിൽ പിടിച്ചുകൊണ്ട് ദുഷ്ടജീവികൾ പോലെയുള്ള കടലിലെ മാരകമായ പാമ്പുകൾ, ദുഷ്ടജീവികളുടെ നടുവിൽ ഏകനായി ഒറ്റയ്ക്ക് താനായിപ്പോയിട്ടുണ്ട്. ആ കഷ്ടതയുടെ നടുവിലും ദൈവം അവനെ കൈവിട്ടില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തൻ്റെ കാലാമത്തിൽ പൂട്ടിയിട്ട് കാല് മുഴുവനും മുറിപ്പാടുകളായിട്ടുണ്ട്. തൻ്റെ ശരീരം മുഴുവനും കല്ലേറുകളാൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. 195 അടി അനേക പ്രാവശ്യമായി താൻ ഏറ്റിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതെ കൂടെ സാത്താൻ്റെ ദൂതൻ തന്നെ കുത്തുന്നുണ്ട്. പക്ഷേ ആ കുത്ത് മാരകമായി പോകാതെ തൻ്റെ ശുശ്രൂഷ സാത്താൻ്റെ കുത്തേറ്റ്, സാത്താൻ്റെ ശൂലത്താലുള്ള കുത്തേറ്റ് തൻ്റെ ശുശ്രൂഷ അവസാനിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിശ്വസ്തത ആ ശൂലത്തിനൊരു കവചമായുണ്ട്. സാത്താൻ്റെ കവചത്തെ, സാത്താൻ്റെ ശൂലത്തെ, അതിൻ്റെ മൂർച്ച കുറച്ച് തനിക്ക് ദീർഘായുസ് നൽകുവാൻ, തൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ സാത്താൻ്റെ ശൂലം പോലും തൻ്റെ വിശ്വസ്തത കൊണ്ട് പൊതിയുന്ന ദൈവം. അത് കണ്ടിട്ടാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് സ്തോത്രം.
എത്ര വലിയ ശോധനയിലും പൗലോസ് പറയുന്നത് ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് പോക്കുവഴി. പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ ദൈവത്തിന് സ്തോത്രം. പരീക്ഷയോടുകൂടെ, വേദനയിൽ, പരിശോധനയിൽ, ക്ലേശങ്ങളിൽ, കൊടുങ്കാറ്റുകളിൽ, വേദനയിൽ, പരിശോധനയിൽ, ക്ലേശങ്ങളിൽ, കൊടുങ്കാറ്റുകളിൽ, അലയടിച്ചുയരും ആഴിയിൻ നടുവിൽ അവനെന്നെ നടത്തിയിടുന്നു. അലയടിച്ചുയരും ആഴിയിൻ നടുവിൽ അവനെന്നെ നടത്തിയിടുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിടും വൻകിരിയിൽ, ഉയരത്തിൽ നാഥൻ യാഹ്വേ യഹോവ അവനെന്നെ നടത്തിയിടുന്നു. ഉയരത്തിൽ നാഥൻ യാഹ്വേ യഹോവ അവനെന്നെ നടത്തിയിടുന്നു. നിനയാത്ത നിമിഷത്തിൽ അവൻ വരുമേ, നൊടി നേരത്തിൽ ലോകം ഭ്രമിച്ചിടുമേ. നിനയാത്ത നിമിഷത്തിൽ അവൻ വരുമേ, നൊടി നേരത്തിൽ ലോകം ഭ്രമിച്ചിടുമേ. അവനോടു കൂടെ അനന്തതയിൽ നാം അതിമോകാൽ പറന്നുയരും. അവനോടു കൂടെ അനന്തതയിൽ നാം അതിമോതാൽ പറന്നുയരും. അതൊരു ദൈവത്തിന്റെ പ്രത്യാശയാണ്. ഈ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകി ഈ പോർക്കളത്തിൽ തൻ്റെ മക്കളെ അവൻ നിർത്തും. എന്നിട്ട് ഈ കഷ്ടതയുടെ നടുവിൽ നിന്ന് നിനയാത്ത നിമിഷത്തിൽ അവൻ വരും. അവനോട് കൂടെ അനന്തതയിൽ, നിത്യതയിൽ, അനന്തതയിലേക്ക്. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ വീണ്ടും വരും. അനന്തതയിൽ പോയി അവൻ ഇനിയും മേഘപാളികളിലേക്ക് കയറിപ്പോയി. ഇനി മേഘാരൂഢനായി അവൻ വരും. അതാണ് നിനയാത്ത നിമിഷങ്ങളിൽ, ഏത് സമയത്താണെന്നറിയാത്ത സാഹചര്യങ്ങളിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ദൈവത്തിൻ്റെ പ്രത്യാശയാണ്. അതുവരെയും പരീക്ഷയിൽ നീക്കുപോക്ക് നൽകി ദൈവം നമ്മെ മരുഭൂമിയിൽ നിർത്തും. കാരണം അവൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം. സഹിക്കാവതല്ലാത്ത പരീക്ഷകൾ അവൻ നൽകുകയില്ല. പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും നൽകുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വീണ്ടും ഒന്നുകൂടെ വായിക്കാം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല. കാരണം ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ
പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പരീക്ഷയിൽ, പ്രതിസന്ധിയിൽ പോക്കുവഴിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടോ? ഒരു പരിഹാരമില്ലേ എന്ന് ചോദിച്ച വേദനയോടെ തേങ്ങുന്നവരുണ്ടോ? ദൈവപൈതലേ, ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം വിശ്വസ്തൻ, മനുഷ്യരവിശ്വസ്തരാണ്. ദൈവം വിശ്വസ്തൻ. അവൻ എന്തു ചെയ്യും? അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് പരിഹാരം വരുത്തും. അതിൻ്റെ ദിവസങ്ങളാണ്. ദൈവം വിശ്വസ്തനാണ്. നിൻ്റെ പ്രശ്നങ്ങൾക്ക് പോക്കുവഴി ഉണ്ടാക്കുന്നു. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, പ്രയാസങ്ങളോടുകൂടെ, പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് നൽകുന്ന വിശ്വസ്തനായ കർത്താവിനെ കാണുവാൻ ഇന്ന് പ്രഭാതത്തിലും കൃപ ചെയ്തല്ലോ. നിന്റെ ജനത്തെ സമർപ്പിക്കുന്നു. നാനാ പരീക്ഷകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. രോഗത്തിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, സാമ്പത്തിക അസ്വസ്ഥതയ്ക്ക് വേണ്ടി, മാനസിക ഭാരങ്ങളാൽ, വിവിധ വിഷയങ്ങളാൽ തകർച്ചയിലായിരിക്കുന്നവർ, അവർക്ക് നീ പോക്കുവഴി നൽകുവാൻ വിശ്വസ്തനാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ തന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.